കാങ്കുവ, കയർ പോട്ട് തൂങ്ങുക. ഇതാണ് അവസാനം. എന്തിനെയോ വേണ്ടി തിരക്കുന്ന സാമ്പാർ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരാവശ്യമില്ല, കാശ് പോയി മിച്ചം. സിനിമ കാണാൻ വന്നവരൊക്കെ ചിലവന്മാരൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു, ചിലവന്മാര് കണ്ണടക്കി വെച്ച് ഇടയിൽ കൂടെ കാണുന്നു, എന്തൊക്കെയൊക്കെയോ കാണുന്നു. ചിലവന്മാര് പിന്നെ വന്നവര് പിന്നെ അവരുടെ അടുത്തുള്ള ആളൊരു വർത്തമാനം പറയുന്നു, പിന്നെ മൊബൈൽ എടുക്കുന്നു. സംഭവം പറഞ്ഞ ഈ പടം എന്താ പറയാ, ഒരു കാട്ടപരതം അതാ പറയാൻ പറ്റുള്ളൂ. സിനിമ കണ്ടവരും കാണാത്തവരൊക്കെ ഇതില്ലേ ആ ഒരു വ്യൂ അപ്പൊ കാണണ്ടായിരുന്നു എന്നുള്ളൊരു വ്യൂ ആയി പോയി. പിന്നെ റോക്ക് സ്റ്റാർ എന്റെ പൊന്നു. പക്ഷേ നിങ്ങൾക്ക് വേറെ പ്രാപ്തമില്ല, ഇയാൾക്ക് ഇത് വേറെ പണിയൊന്നുമില്ല, ഇതിന്റെ പണി എന്തിനൊക്കെയോ പറഞ്ഞു. കാരണം എല്ലാവരുടെയും സൗണ്ട് എന്റെ പൊന്നെ. അതിനിടയിൽ കൂടി ഇവര് പറയുന്നതിൽ മനസ്സിലാവാൻ എനിക്ക് തോന്നില്ല. എന്തൊക്കെയോ പറയും, സൂര്യൊക്കെ നിന്ന് ഇവിടെ നിന്ന് കുറയ്ക്കലുണ്ടെന്ന് പറയ്ക്ക്. പിന്നെ ഹിന്ദി എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടിട്ടിരിക്കുന്നത് അത് അതിനെക്കാട്ട് മരവാഴ പോലെ കേരള ബോബിയിട്ടോളോ എന്റെ പൊന്നു. പക്ഷേ എന്താണ് ഈ വല്ല ഈ 300 കോടി അതോടെ ഇറക്കുന്നത്, ഇത്രമാത്രം ഇവരെക്കെട്ട് സാരം എന്തിനാ നിങ്ങൾ ഇറക്കി ഞങ്ങളെ പരീക്ഷിക്കുന്നത്? പരീക്ഷിച്ച് മതിയായി. എന്ത് ചെയ്യും ഞങ്ങള്? എന്ത് ചെയ്യും രമണ, എന്താ ചെയ്യാത്? എന്തിനാണിത് ഇടയിൽ കൂടെ അപ്പോഴേക്കും വരച്ചു എല്ലാം സഹിച്ചതിനോടേക്ക് ഇടയിൽ കൂടെ വേറെടുത്ത് വരുന്നതിനുണ്ട്. എന്തിനാണ് അങ്ങനെ കാമിയായിട്ട് കൊന്നറിയില്ല. എന്നാൽ പിന്നെ അവസാനം മാത്രം ഒരു 2-3 സെക്കൻഡോ അല്ലെങ്കിൽ 1 സെക്കൻഡോ ഒരു മിനിറ്റോ ആ റോളക്സ് കാണിച്ച പോലെ കാണിച്ചാണ് പിന്നെയും അങ്ങനെ വെച്ച് നോക്കോ അങ്ങനെ കഴിഞ്ഞാൽ സെക്കൻഡെങ്കിലും നന്നാവും. ഫസ്റ്റ് പോയി സെക്കൻഡ് നന്നാവും എന്ന് പറയുന്നത് എന്തപ്പോ അതുമില്ല. അങ്ങേരെ കൊണ്ട് ലൈവ് കാണിച്ച് ചുണ്ണാമ്പം കാണിച്ച പോലെ ഏതാണ്ട് ക്യൂ കാണിക്കും. ഒരു ഐഡിയ ഇല്ല. ഇവറ്റയുടെ സിനിമ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കാട്ടിയെന്നറിയില്ല. വേറെ കുറെ എന്താ ഈ മോണാക്ടോ അല്ലെങ്കിൽ എന്താ പറയുക പച്ചന്റെ വേഷത്തിന് പോകുന്നൊരു കുറെ എണ്ണന്മാര് കുറെ വേഷം കിട്ടി ഇറങ്ങിയിട്ട് സിനിമയിൽ വേറെ ഒരു സംഭവം ഇല്ല കേട്ടോ. ഈ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, എവർ ടൈം ഹിസ്റ്ററി ഓഫ് ഡിസാസ്റ്റർ ഇല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ വാക്കിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ കങ്കുവ, ശിവന്റെ കങ്കുവ. അതന്നെ കുറെ കാലം ശിവ മറ്റേന്ന് അജിത്തെ വെച്ചിട്ട് കുറെ ഇമോഷണൽ വെച്ചിട്ട് കുറെ കാശുണ്ടാക്കാൻ ശ്രമിച്ചു. അതോടുകൂടി ഹാഫ് അടിച്ച പോലെയാണ് ഇപ്പൊ അജിത്തിന്റെ അവസ്ഥയും. ആ പടം അഭിനയിച്ച് അവര് 1 ലക്ഷം എന്ത് അജിത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തപ്പോ നേരെ സൂര്യ വെച്ചിട്ട് എന്തോ മറിച്ചു മറിച്ചെടുത്ത് അപ്പുറത്തൊട്ട് നല്ലൊരു പേരുണ്ടായ സൂര്യയുടെ പേര് പോയി എന്താ പറയാ ഡിസാസ്റ്റർ മൂവിയുടെ എന്താ പറയാ അംബാസിഡർ പോലെ അവസ്ഥ. കാരണം എന്തെങ്കിലും വേണ്ടടേ പുറത്തൊന്ന് പറയാൻ കണ്ടിട്ട് കണ്ട എന്തിനാ കാശ് കൊടുത്തല്ലേ, വെറുതെ പോയി ഇരുന്ന് കണ്ട് അത്രയേ ഉള്ളൂ, വേറൊന്നും ഇല്ല. പിന്നെ നായികയൊക്കെ ഉണ്ടല്ലോ, അതെന്തിനാണ് അതിനും അറിയില്ല. യോഗി ബാബു, യൂട്യൂബ് ബ്രൂട്ടസ്, എന്താ കോമഡി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടുണ്ടായിരുന്നു. പക്ഷെ ചിരിക്കണോ വേണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് വെറുതെ ഇരുന്ന് രാവിലെ ചിരിക്കാന്നൊക്കെ തോന്നിപ്പോകും. അതാണ് അവസ്ഥ മൊത്തത്തില്. ഈ പിന്നെ സൂര്യ, ഇനിയെങ്കിൽ ഈ മാതിരി ഊളപ്പളം ഇറക്കി നാട്ടിൽ വെറുപ്പിക്കല്ലേ. നിങ്ങൾ പറയണ്ടായിരുന്നല്ലോ ഈ എന്താ പറയാ പ്രമോനൊക്കെ വന്നിട്ട് ഇന്ത്യയിലുള്ള മറ്റു ഡയറക്ടറൊക്കെ സിനിമ കണ്ട് വായി പൊളിക്കുന്നു. സിനിമ കണ്ട് വായി പൊളിക്കുകയല്ല ചെയ്യുന്നത്, മനുഷ്യൻ പെട്ടു. എന്തായാലും അടുത്ത സിനിമയെ നന്നാക്കുമെന്ന് അറിയില്ല. എന്തോ അവരതും ആവാം. ഇത് കാട്ടാപരാധമായി പോയി, കാട്ടാപരാധം. എന്തായാലും വാടിവാസിലൊക്കെ കണ്ട് കാണുമ്പോഴേ പറയുള്ളൂ നിങ്ങൾ നല്ലതാണോ ചീത്തയാണെന്ന്. എന്തായാലും നടക്കട്ടെ വണ്ടി ഈ വഴിക്ക്. എന്തായാലും കാണും ഗൈസ്. നമ്മളായിട്ട് നിങ്ങൾ കാണേണ്ടവരല്ല, നിങ്ങളും കണ്ട് അനുഭവിക്കും. കാശ് പോകുന്നില്ലല്ലോ. ചിലതെല്ലാം നമ്മൾ കാണുന്നത് തന്നെ കണ്ടിരിക്കണം. വിധി അങ്ങനെയാണ്.